ഇന്ന് രേണുസുധിയുടെ കുറച്ച് മാനറിസങ്ങൾ പറയാം. ഒന്നാമതായിട്ട് ഇത് പറയാൻ കാരണം, ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ താഴെ കുറച്ച് പേര് പറഞ്ഞു ഞാൻ എന്നും രേണുസുധിയെ കുറിച്ച് പറയണമെന്ന് എന്തെങ്കിലുമൊക്കെ. ശരി, പറയാം, അത് കുഴപ്പമില്ലല്ലോ. ബിഗ് ബോസിലുണ്ട്, എപ്പോഴും ഓരോ ന്യൂസുകൾ കിട്ടുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് പറയാം. പിന്നെ വേറൊരാൾ പറഞ്ഞു, രേണുസുധിയെ എനിക്കിഷ്ടമാണ്, പക്ഷെ ഇപ്പോ ഒരു ജാടയുണ്ടോ എന്നൊരു സംശയം എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ജാട എന്ന് പറയുന്നത് എന്താണ്? ജാടയായിട്ട് തോന്നിയത് എന്താണ്? ചിലപ്പോൾ തിരക്കാവുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. കുറേ ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവുമ്പോൾ അവരിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിയാണെങ്കിലും അവിടെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നില്ലേ, എന്നോട് മിണ്ടുന്നില്ലേ, ജാടയായിട്ടാണോ എന്ന് തോന്നാം. അത്രയൊക്കെ അതുള്ളൂ. അങ്ങനെ കൂട്ടുകാരിയാണ് പറഞ്ഞതെങ്കിൽ ആ ജാട ആണെന്ന് അത്. പിന്നെ വേറെ ലക്ഷ്മി നക്ഷത്രം ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു. അതായത് രേണുസുധി ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ പറഞ്ഞില്ല എന്ന് അനുമോൾ പറഞ്ഞു. അനുമോളുടെ പോലെയുള്ള സാഹചര്യമല്ല രേണുസുധിയുടെ സാഹചര്യം. രേണുസുധിക്ക് ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് സാധിക്കുമോ? പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ പറയാൻ പാടില്ല. അപ്പോൾ രേണുസുധി അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കൺഫ്യൂഷനിലാണ്. പെട്ടെന്നാണ് രേണുസുധിക്ക് ബിഗ് ബോസിലേക്കുള്ള ആ എൻട്രി കിട്ടിയത്. അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അനുമോളുടെ ആ ഒരു ഫാമിലിയിലുള്ള സിറ്റുവേഷൻ അല്ല രേണുസുധിക്ക് ഉണ്ടായിരുന്നത്. അനുമോൾ ബിസി ആയിട്ടുള്ള ഒരാളാണെങ്കിലും രേണുസുധിയുടെ അത്രയും ബിസി ആയിരുന്നില്ല ആ സമയത്ത്. അതായത് രേണുസുധി ബിഗ് ബോസിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ച് ആൽബങ്ങളൊക്കെ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കുറേ ആൽബങ്ങൾ തീർക്കാനുണ്ടായിരുന്നു. ആൽബങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൽബമൊന്നുമല്ല, ചെറിയ ചെറിയ പാട്ടുകൾ. അത്രേ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും അവിടെ കുറച്ച് മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ടല്ലോ ആ ഡേറ്റ് വെച്ചിട്ട്. അപ്പോൾ ആ ഡേറ്റ് വെച്ചിട്ട് കാര്യങ്ങൾ തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്നാണ് വിളി വന്നത്. വിളി വന്നപ്പോൾ പെട്ടെന്ന് ഈ ഡേറ്റൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിർത്തേണ്ടി വന്നു. അതുകൊണ്ട് ചിലപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട്, അതായത് എനിക്ക് നാളെ വരാൻ പറ്റില്ല, കാരണം എനിക്ക് ബിഗ് ബോസിലേക്ക് വിളി വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടായിരിക്കും രഹസ്യമായിട്ട്. പക്ഷെ അത് എല്ലാവരോടായിട്ട് വിളിച്ച് പറയാൻ പറ്റുമോ? ഒപ്പം വർക്ക് ചെയ്യുന്നവരോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറയാതിരിക്കാൻ പറ്റുമോ? പറയാതിരിക്കാനും പറ്റില്ല. ബിഗ് ബോസ് ഇത് രഹസ്യമാക്കി വെക്കണം എന്ന് പറഞ്ഞാലും ഇപ്പോൾ നാളെ നമുക്ക് ഒരുമിച്ച് ഷൂട്ടിംഗ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ ആ ഷൂട്ടിങ്ങിന് വരുന്ന ആളോടെങ്കിലും അത് പറയണ്ടേ? ആ രീതിയിൽ അത്രയും അടുത്ത ആളുകളോട് മാത്രമേ രേണുസുധി ആ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ലോകരോടോ അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രയോടോ ഒന്നും പറയാനായിട്ടുള്ള അവസ്ഥ രേണുസുധിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര അനുമോളിനെ സപ്പോർട്ട് ചെയ്തോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞവരെ സപ്പോർട്ട് ചെയ്തോട്ടെ. പക്ഷെ രേണുസുധിക്ക് അത് പറയാൻ പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല. രേണുസുധിയുടെ വിധി രേണുസുധി സ്വീകരിക്കും, അനുമോളുടെ വിധി അനുമോൾ സ്വീകരിക്കും. എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോട്ടെ. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യട്ടെ. അവർക്ക് വിധിച്ചിട്ടുള്ള കാര്യം അവരവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിനെ നമ്മളത് പിടിച്ചു പറിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ജാട ലക്ഷ്മി നക്ഷത്രത്തോടും കാണിച്ചു എന്ന പോലെയാണ് ആ ഒരു സംസാരം കേട്ടപ്പോൾ മറ്റുള്ളവർ വിധിച്ചത്. ചിലപ്പോൾ ലക്ഷ്മി നക്ഷത്രം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ മറ്റു പലരും അത് രേണുസുധിയുടെ ഒരു ജാടയാണ്, നന്ദിയില്ലായ്മയാണായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരാവശ്യം ഇല്ല. കാരണം ഈ രേണുസുധി നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അത്രയും വലിയൊരു സംഭവമൊന്നും അല്ല. ഒരു സാധാരണയിൽ സാധാരണ ഒരു പെൺകുട്ടിയാണ്. പിന്നെ അടുത്ത ഒരു കാര്യം ഇപ്പോൾ ഇന്നലെ ടി വിയിൽ കണ്ടതാണ്. റിദ്ധപ്പനെ കുറിച്ച് കരയുന്നു. അതായത് റിദ്ധപ്പൻ അവൻ്റെ അമ്മ മരിച്ചു പോയോ എന്ന് വിചാരിക്കും ടി വിയിൽ എന്നെ കാണുമ്പോൾ എന്നൊരു സംശയം.
അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. പക്ഷെ രേണുസുധിയുടെ കുട്ടി 5 വയസ്സായിട്ടില്ല. 2 വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛനാണെങ്കിൽ ഈ ടി വിയിലും കാര്യങ്ങളിലൊക്കെ ഉള്ള ആളാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനെ അവർ ടി വിയിൽ കാണിച്ചു കൊടുത്തിരുന്നു. എന്തുകൊണ്ട് രേണുസുധി അങ്ങനെ പറഞ്ഞു? മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ പറയുന്നു. രേണുസുധി അച്ഛനെ ടി വിയിൽ കാണിച്ചു കൊടുത്തു. ഇതാണ് അച്ഛൻ, അച്ഛൻ മരിച്ചു എന്ന സത്യവും കുട്ടിക്ക് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴായിരിക്കാം അപ്പൊ അച്ഛനെ ഇനി കാണാൻ കിട്ടില്ല എന്നും മനസ്സിലായി. പക്ഷെ അച്ഛൻ ടി വിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസിലായിരിക്കുന്ന രേണുവിനെ കാണിച്ചു കൊടുക്കുമ്പോഴും അങ്ങനെ ചിന്തിക്കുമോ എന്നാണ് അമ്മയുടെ സംശയം, അമ്മയായിട്ടുള്ള രേണുസുധിയുടെ സംശയം. കാരണം ചിലപ്പോൾ കുട്ടി അവളോട് ചോദിച്ചിരിക്കാം, അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ അമ്മേ, അതേ അച്ഛൻ്റെ നടക്കുന്നുണ്ടല്ലോ, അച്ഛൻ്റെ കളിക്കുന്നുണ്ടല്ലോ, ചിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അച്ഛൻ എവിടെയാന്നൊക്കെ ചിലപ്പോൾ ആ നിഷ്കളങ്ക പ്രായത്തിൽ 2 വയസ്സുള്ള പ്രായത്തിൽ ആ കുട്ടി രേണുസുധിയോട് ചോദിച്ചിരിക്കാം. നമുക്കത് എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിയാണ് വേണ്ടത്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, രേണുസുധിയുടെ ആ വശത്ത് നിന്ന് ചിന്തിക്കാനുള്ള കാഴ്ചപ്പാട്, ഒരാൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു, ആ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ കൃത്യം അതിനുള്ള ഉത്തരം കിട്ടും. അപ്പോൾ രേണുസുധി അതുകൊണ്ടാണ് സംശയിക്കുന്നത്, ഇനി ഞാനും മരിച്ചുപോയി എന്ന് വിചാരിക്കുമോ, അതിന് ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ അമ്മയും ഉണ്ടാവില്ല, അച്ഛനും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു വിഷമം അതുണ്ട്. അത് എല്ലാവരുടെ ജീവിതത്തിലുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഈ രേണുസുധിയുടെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തത്. റിതപ്പൻ്റെ കാര്യം, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വിവാദം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ലാലേട്ടൻ വരുമ്പോൾ പോകണമെന്ന് ചോദിക്കുമ്പോൾ പോകണ്ടെന്ന് പറയുന്നു. ലാലേട്ടൻ ഇല്ലാത്തപ്പോൾ ബിഗ് ബോസിൽ കിടന്ന് എനിക്ക് പോകണം, ഇപ്പോൾ പോകണം, എനിക്ക് അവരെ കാണാം, അത് വേണം ഇത് വേണം എന്ന് പറയണം. അതൊരു തരം ജാടയല്ലേ? അതൊരു എന്താ പറയുക, ആളുകളുടെ സിമ്പതി, വോട്ടിന് വേണ്ടിയിട്ടുള്ള സിമ്പതിയൊക്കെ അല്ലേ? അത് ചിലപ്പോൾ അത് രേണുസുധിയുടെ രേണുസുധിക്ക് തോന്നണ പോലെയാണ് രേണുസുധി പ്രവർത്തിക്കുന്നത്. അതുമൂലം ചിലപ്പോൾ പ്രേക്ഷകർക്ക് അവളോട് സിമ്പതി തോന്നിയിട്ട് വോട്ടൊക്കെ കൊടുത്തേക്കാം. ചിലപ്പോൾ അത് നാടകമാണെന്ന് കരുതിയിട്ട് അവർ വോട്ട് കൊടുത്തില്ലായിരിക്കാം. അതൊന്നും രേണുസുധിയുടെ വിഷയമല്ല. പക്ഷെ രേണുസുധിക്ക് ആഗ്രഹം ബിഗ് ബോസിൽ നിൽക്കാൻ തന്നെയാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവൾ പോയിട്ടുള്ളത്. അല്ലാതെ പ്രേക്ഷകർക്ക് വേണ്ടി എന്ന് പറഞ്ഞാലും അവൾക്ക് പൈസ എന്നുള്ളതും അവളുടെ അഭിമാനം അഭിമാനത്തിന്റെ ഒരു ദിവസമെങ്കിലും ബിഗ് ബോസിൽ പോകുക എന്ന് പറയുന്നത് അവൾ അഭിമാനമായിട്ട് കണക്കാക്കുന്നുണ്ട് എന്നുള്ളതും ഒക്കെ ആ ബിഗ് ബോസിനെ അവൾ അതിൽ നിന്ന് വിട്ടുപോകാനൊന്നും അവൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചിലപ്പോൾ കൺട്രോൾ തെറ്റാണ്. മനസ്സിന്റെ സമനില തെറ്റുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളാണ്, എനിക്ക് വീട്ടിലേക്ക് പോകണം. ചില കുട്ടികൾ പറയാറില്ലേ, ചില കുട്ടികൾ എനിക്ക് വീട്ടിൽ പോകണം, അച്ഛനെ കാണണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു മിഠായി കൊടുത്താൽ പോലും ചിലപ്പോൾ അവരുടെ ആ വിഷമം മാറും. ഇതുപോലെയുള്ള മിഠായികളാണ് രേണുസുധിക്ക് ബിഗ് ബോസ് കൊടുക്കുന്നത്, ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട്. അപ്പോൾ അവള് പോകുന്നില്ല, പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഇനി കളിക്കുന്നതെന്ന് പറഞ്ഞാലും അവൾക്ക് കളിക്കാനായിട്ടുള്ള മറ്റു പലരുടെയും പോലെയുള്ള സ്ട്രാറ്റജികൾ അവൾക്ക് ഉപയോഗിക്കാനായിട്ട് അറിയില്ല. അവൾക്ക് അവളായിട്ട് തന്നെ നിൽക്കാനേ സാധിക്കുള്ളൂ. ഇനി മറ്റുള്ളവരെ പോലെ കളിക്കാൻ ഫിസിക്കലായിട്ടുള്ള എബിലിറ്റീസും ഇല്ല. മിക്കവാറും ഈ ഭക്ഷണക്കുറവ്, പോഷകക്കുറവ് രേണുസുധിനെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ നന്നായി തോന്നുന്നുണ്ട്. കാരണം ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ടുള്ള ആളാണ്. ആ സമയത്ത് പോലും പോഷകക്കുറവിൻ്റെയും ഒക്കെ ഒരു പ്രശ്നം നേരിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില മരുന്നുകളൊക്കെ കഴിച്ചിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ചിലപ്പോൾ ഒരു വേണ്ട ന്യൂട്രീഷൻ ബോഡിയിലില്ല എന്നുള്ളതും ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവ് ധാരാളം കുറവുള്ളതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. കാൽസ്യത്തിൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, ഇതൊക്കെ രേണുസുധിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്, അതിൻ്റെ കുറവ്. അതായത് നമ്മുടെ നല്ല മത്സ്യങ്ങൾ കഴിച്ചാൽ കിട്ടുന്നതാണ് അതൊക്കെ. അല്ലെങ്കിൽ ചില നട്ട്സിലും നോക്കിയിട്ടുണ്ട് omega-3 ഫാറ്റി ആസിഡ്. ഇതൊക്കെ മസിലുകളുടെ ബലത്തിന് വളരെ അത്യാവശ്യമാണ്. ഇതൊന്നും രേണുസുധി കഴിക്കാറില്ല. രേണുസുധി കഴിക്കാറില്ലാത്തത് രേണുസുധിക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രമേ രേണുസുധിക്ക് നന്നായി കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ
കഴിക്കാതിരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയാലാണ് അത് മനഃപൂർവ്വമായിട്ട് കഴിക്കാൻ ശ്രമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി, മിനറൽസിൻ്റെയും കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി നന്നായി രേണുവിനെ അനുഭവപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. താരൻ, അതിൻ്റെ ലക്ഷണമാണ് താരൻ. അതേപോലെ തന്നെ കാലിലുള്ള വിണ്ടുകീറൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലാതെ അത് വൃത്തിയില്ലാതെ സംഭവിക്കുന്നതുമല്ല. അതുകൊണ്ട് രേണുസുതിക്ക് ഒരു ഡയറ്റ് നന്നായി ചെയ്യേണ്ട ഒരു ഡയറ്റ് പ്ലാൻ അത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമോ പുറത്ത് വന്നതിന് ശേഷമെങ്കിലും മനസ്സിലായാൽ നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങളുടെ പിന്നിൽ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. നാളെ കാണാം ഇനി.